മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കല്യാണിക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, രാവിലെ ഇപ്പോൾ ക്യാബേജ് തോരൻ വെക്കാൻ പോവാണ്. ഈ ഒരു കഷ്ണം ക്യാബേജ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ചോപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈ വെച്ച് എറിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് അറിയാം, ക്യാബേജ് തോരൻ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. അമ്മയ്ക്കൊന്നും ക്യാബേജ് തോരൻ വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്കും കല്യാണിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ക്യാബേജിനോട് ഭയങ്കര ഒരു സ്നേഹം. അത് അരിഞ്ഞൊരു സൈഡിലോട്ടാക്കി ഉള്ളിൽ വെച്ച് നമ്മുടെ അരി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഞാൻ ഇപ്പോൾ കുക്കറിലാണ് അരി വേവിക്കുന്നത്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകുന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് വേവത്ത് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ, കറക്റ്റ് വിസിലിൽ നമ്മളത് ഓഫ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നമുക്കതിന് ഗ്യാസ് ലാഭം, ടൈം ലാഭം, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും അതിൽ നിന്നുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. അത് പിഴിഞ്ഞെടുത്തിട്ട് തോരൻ വെച്ചാൽ തോരൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇത് അപ്പത്തിൻ്റെ മാവാണ്, ഇന്നലെ ആട്ടി വെച്ചതാണ്. അപ്പോൾ അത്രയും മാവ് നമുക്കിവിടെ ചിലവാകില്ല. അതുകൊണ്ട് ഇന്നത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ ദോശമാവ് ഇരിപ്പുണ്ട്. ദോശമാവ് കല്യാണിക്കും എനിക്കാണ് ദോശ ചൂടും, അപ്പം വിഷ്ണുവിനും അമ്മയ്ക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കല്യാണിക്ക് അപ്പത്തിനോട് വലിയ താല്പര്യമില്ല. അന്ന് ദോശയാണെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും കഴിച്ചോളും. എനിക്കും ദോശ ഇഷ്ടമാണ്. അങ്ങനെ 2 മാവും ആവശ്യത്തിനെടുത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കലക്കി അപ്പത്തിന്റെ മാവിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു സ്കിൻ കെയർ ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ. നമ്മൾ നേരത്തെ അരിഞ്ഞ ക്യാബേജിന്റെ കുറച്ച് പുറം ഭാഗം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ച് അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് ഈ പപ്പായ, നല്ല പഴുത്ത പപ്പായ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി ഫ്രിഡ്ജിലിരുന്നതാണ്, അതിന്റെ ചെറിയൊരു പോർഷൻ എടുത്തു. അതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്ന കാരണം കൈകൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ക്യാബേജിന്റെ ജ്യൂസിലോട്ട് നമ്മൾ ഇതുകൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പയലേക്ക് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന കാരണം ഇത് നമ്മുടെ സ്കിന്നിന് വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറ്റാനും സ്കിന്നൊരു ഗ്ലോ ആവാനും ഒക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സാധനമാണ് ക്യാബേജിന്റെ ജ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ ചുളിവൊക്കെ മാറ്റി സ്മൂത്ത് ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സ്കിൻ കെയറിന്റെ തന്നെ 1-2 വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.